ഗുഡ് ഈവനിങ്. കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമായിരുന്നു. പലതരത്തിലുള്ള വാദകോലാഹലങ്ങളും വിവാദങ്ങളും പണം നൽകി വോട്ട് സ്വാധീനിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന ആരോപണങ്ങളും എല്ലാം കേൾക്കുകയാണ് പലയിടങ്ങളിൽ നിന്നായി. എന്താണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ചിന്തിക്കുന്നത്? കഴിഞ്ഞ 40 ദിവസത്തോളമായി നാം തുടരുന്ന സമഗ്രമായ കവറേജ്, ആ കവറേജിനെ തുടർന്ന് മീഡിയ വണ്ണിന്റെ എഡിറ്റോറിയൽ ബോർഡ് എത്തിച്ചേർന്ന ചില നിഗമനങ്ങളുണ്ട്. അതൊരു ജഡ്ജ്മെന്റ് അല്ല, ഒരു വിധി പ്രസ്താവമല്ല. പക്ഷേ ആ നിഗമനങ്ങൾ പങ്കുവെക്കുകയാണ്. ഈ 20 മണ്ഡലങ്ങളിലെ ജനമനസ് എങ്ങനെയാണ്, ജനങ്ങളുടെ പൾസ് എങ്ങനെയാണ് എന്ന്. നമ്മളോടൊപ്പം ഇന്ന് ഉള്ളത് മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ, എക്സിക്യൂട്ടീവ് എഡിറ്റർ PT നാസർ, മാനേജിംഗ് എഡിറ്റർ C ദാവൂദ്, നിഷാദ് റാവുത്തർ എന്നിവർ ചേർന്നു. കൂടാതെ നമ്മുടെ മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ കൊച്ചിയിൽ നിന്ന് ഈ ഷോയിൽ നമ്മോടൊപ്പം പങ്കുചേരും. എന്താണ് കേരളം ചിന്തിക്കുന്നത് എങ്ങനെയാണ്? കേരളത്തെ 3 മേഖലകളായി തിരിച്ചാൽ മലബാർ, മധ്യ കേരളം, അതുപോലെ തെക്കൻ കേരളം എന്നിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പൾസ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആദ്യം നാം പരിശോധിക്കുന്നത് വടക്കൻ കേരളത്തെക്കുറിച്ചാണ്. വടക്കൻ കേരളത്തിൽ വളരെ പൊളിറ്റിക്കൽ സെൻസിറ്റീവായ മണ്ഡലങ്ങളുള്ള ഒരു മേഖലയാണ് എന്നുള്ളതുകൊണ്ടും കേരളത്തിൽ ഏറ്റവും ശക്തമായ പോരാട്ടങ്ങൾ നടക്കുന്ന ചില മണ്ഡലങ്ങൾ വടക്കൻ കേരളത്തിലുള്ളതുകൊണ്ടും നമുക്ക് തുടക്കം വടക്കൻ കേരളത്തിൽ നിന്നാക്കാം. വടക്കൻ കേരളത്തിൽ തന്നെ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് എന്ന് പറയുന്നത് തീർച്ചയായും വടകരയാണ്. വടകരയിൽ എന്താണ് ജനം ചിന്തിക്കുന്നത് എന്നായിരിക്കും ഒരുപക്ഷെ കേരളത്തിലെ വോട്ടർമാർ പലരും ചിന്തിക്കുന്നുണ്ടാവുക. AR, വടകരയിൽ വളരെ രൂക്ഷമായ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു ശൈലജ ടീച്ചറും അതുപോലെ ഷാഫി പറമ്പിലും. എന്താകും അവസാന നിമിഷത്തിലെ പൾസ് അവിടെ? അത് പറയുന്നതിന് മുമ്പ് ഒരു മുഖവുര പറയാൻ ഞാൻ ആലോചിക്കണം. കാരണം ഈ തെരഞ്ഞെടുപ്പ് കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല. എല്ലാവർക്കും അറിയാവുന്ന പോലെ അടുത്ത ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയുടെ ഭാവി എന്താവും, ഇന്ത്യയുടെ അവസ്ഥ ഇപ്പോഴെന്താണ്, ഭീകരമായ വിധത്തിൽ ഫാഷിസം അതിൻ്റെ പിടി മുറുക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണെന്ന് എല്ലാവരും പറയുന്നു. ഇത് നേരിടാൻ മാത്രം ഒരു പര്യാപ്തമായ ഒരു ഇലക്ഷൻ റിസൾട്ട് ആയിരിക്കുമോ വരിക? അങ്ങനെയാണോ ജനങ്ങൾ ചിന്തിക്കുക പോലെയുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമായി വരുന്ന കാര്യം. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അതൊന്നും കേരളത്തിൽ ഇലക്ഷൻ പ്രചരണത്തിൽ വളരെയൊന്നും പങ്കുവഹിച്ചില്ല എന്നാണ് മനസ്സിലാക്കുക. നേരെ മറിച്ച് ഇവിടെയുള്ള ഭരണം, ഇവിടെ LDFിൻ്റെ 2ാം ഊഴം അഥവാ പിണറായി വിജയൻ്റെ 2ാമത്തെ ഊഴം, അത് പരാജയപ്പെട്ടോ വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ചർച്ച ഒന്ന്. മറുഭാഗത്ത് അതായത് LDFിനെ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ UDF അക്ഷരാർത്ഥത്തിൽ മലർത്തിയടിച്ച പോലെയുള്ള റിസൾട്ട് ഈ തവണയും ആവർത്തിക്കുമോ എന്ന കാര്യം ഇതൊക്കെയാണ് ചർച്ച ചെയ്തത്. അത് ഒടുവിലെത്തിച്ചേർന്നോ ആരാണ് BJPയെ പ്രീണിപ്പിക്കുന്നത്, ആരാണ് BJPയെ യഥാർത്ഥത്തിൽ എതിർക്കുന്നത് തുടങ്ങിയ ചർച്ചകൾ വന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണാൻ. എന്നാൽ വടകര സംബന്ധിച്ചിടത്തോളം കാര്യം വളരെ സങ്കീർണമാണ്. ഒരു വശത്ത് ശൈലജ ടീച്ചർ അവർ മന്ത്രിസഭാംഗമായിരുന്ന സമയത്ത് വളരെ പ്രശംസാർഹമായ ചില സേവനങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെന്ന കാര്യം സംശയിക്കാനില്ല. കാരണം നിപ അതുപോലെ കോവിഡ് പോലെയുള്ളതായ മാറാവ്യാധി അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ നേരിടുന്നതിൽ വളരെ മിടുക്കേറിയ ഒരു പ്രകടനം അവർ കാഴ്ചവെച്ചിട്ടുണ്ടായി. പക്ഷേ അതൊക്കെ പോയി. ഇപ്പോൾ പുതിയ മന്ത്രിസഭയിൽ അവരില്ല. ഈ നിലയിൽ ആണ് നിലവിലുള്ള ഭരണത്തെ ആളുകൾ വിലയിരുത്തുന്നത്. അപ്പോൾ നിലവിലുള്ള ഭരണത്തിൽ ആളുകൾ അസംതൃപ്തരായതുകൊണ്ട് ആ അസംതൃപ്തി ഏറ്റവും ശക്തമായി പ്രകടിപ്പിക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് വടകരയിൽ മത്സരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അനുകൂലമാണ് ട്രെൻഡ് എന്ന് UDF അവകാശപ്പെടുന്നു. മറുഭാഗത്ത് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ ശൈലജാർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും അവർ തന്നെ വിജയിക്കുമെന്ന് LDF അവകാശപ്പെടുന്നു. ഇത് രണ്ടിനുമിടയിൽ നമ്മൾ വ്യക്തമായ ഒരു വിധി പറയാൻ വളരെ പ്രയാസമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ദാവസാബി, വടകരയിൽ ഒരുപാട് തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ മാറി മാറി വന്നതാണ്. പലതരത്തിലുള്ള വിഷയങ്ങൾ വന്നു. പാനൂർ ബോംബ് സ്ഫോടനം വന്നു, പിന്നീട് ശൈലജ ടീച്ചർക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണം ഉണ്ടായി. യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾ യഥാർത്ഥത്തിൽ അവിടുത്തെ വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? നിശ്ചയമായും വടകരയിൽ അജിംസ് ഇപ്പോൾ ബിഗ് ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് വടകര പോയ ആളാണല്ലോ. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും മികച്ച വിഷ്വൽസ് കിട്ടണമെങ്കിൽ വടകരയിൽ പോകണം. ആ നിലക്ക് നമ്മൾ സാധാരണ പത്രഭാഷയിൽ ഉപയോഗിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ വീറും വാശിയും അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ അതിൻ്റെ ഒരു അഴിഞ്ഞാട്ടം നടക്കുന്ന സ്ഥലമാണ് വടകര. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ പറയുന്ന സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ, സ്ഥാനാർത്ഥികളുടെ പൊതുയോഗങ്ങളും കാര്യങ്ങളില്ല. ചുമ്മാ അവർ വണ്ടിയിൽ യാത്ര ചെയ്യുന്നു, രാത്രി വൈകിയും അവർക്ക് വലിയ സ്വീകരണങ്ങൾ, നട്ടപ്പാതിര സ്വീകരണങ്ങൾ വരെ ഈ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന തരത്തിൽ അതിൻ്റെ മുഴുവൻ മുറുക്കവും
അതിൻ്റെ പരമാവധിയിൽ നടക്കുന്നൊരു സ്ഥലമാണ് വടകര. അപ്പോൾ വടകരയിൽ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയം അല്ലെങ്കിൽ CAA അല്ലെങ്കിൽ പിന്നെ മോഡി വരുമ്പോൾ ഇതൊന്നുമല്ല. വടകരയിലെ ഓരോ ഇഞ്ചിലും അവിടുത്തെ രാഷ്ട്രീയമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതങ്ങനെ ആകുന്നതിൽ പല ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് നോക്കൂ, മുരളീധരനായിരുന്നു അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നേരത്തെ കരുതപ്പെട്ടിരുന്നത്. മുരളീധരനും ശൈലജ ടീച്ചറും തമ്മിലൊരു ഫൈറ്റ്, അതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയാവുന്നതായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ഷാഫിയുടെ ഒരു വരവ് നടക്കുന്നത്. ഷാഫി വന്നതോടുകൂടി ചിത്രമാകെ മാറുന്നുണ്ട്. അപ്പം മുരളീധരനെതിരെയുള്ള സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കാണ് ശൈലജ വരുന്നത്. പക്ഷേ പെട്ടെന്ന് എതിരാളി മാറുകയാണ് ചെയ്യുന്നത്. ഷാഫിയുടെ ഒരു ഊർജം, അതിൻ്റെ ഒരു എനർജി, അത് ഷാഫി അതിൻ്റെ പരമാവധിയിൽ അവിടെ എടുക്കുന്നുണ്ട്. അത് സൃഷ്ടിക്കുന്ന നോക്കൂ, തുടക്കത്തിൽ ഷാഫി വലിയ രീതിയിൽ റോഡ് ഷോ സംഘടിപ്പിക്കുന്നു, ചെറുപ്പക്കാരെ ധാരാളമായി സംഘടിപ്പിക്കുന്നു, അത് ഇൻസ്റ്റഗ്രാം റീലുകളായി വരുന്നു. പൊടുന്നനെ തന്നെ CPM അവരുടെ പ്രവർത്തന രീതി മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനിടയിലാണ് ഈ പറയുന്ന പാനൂരിലെ സ്ഫോടനം നടക്കുന്നത്. അതുകൂടെ നമ്മൾ കാണണം. കേരളത്തിലെ ഏറ്റവും പൊളിറ്റിക്കലി സെൻസിറ്റീവായ ഏരിയകൾ 3 മണ്ഡലങ്ങൾ, നാദാപുരം, തലശ്ശേരി, ഈ പാനൂർ പ്രദേശം ഉൾപ്പെടുന്ന കൂത്തുപറമ്പ് മണ്ഡലം. കേരളത്തിൽ ഇത്രയും പൊളിറ്റിക്കലി സെൻസിറ്റീവായ അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ വയലൻസ് ഇത്രയും അധികം നടക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇല്ല, പ്രദേശങ്ങളില്ല. ആ 3 മണ്ഡലങ്ങളും അസംബ്ലി മണ്ഡലങ്ങളും ഈ വടകര ഇതിൻ്റെ കീഴിലാണ് വരുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇലക്ഷൻ പ്രചാരണം നടന്നുകൊണ്ടിരിക്കെ ഒരു സ്ഫോടനം നടക്കുന്നു, അതിൽ CPMൻ്റെ പ്രവർത്തകർ കൊല്ലപ്പെടുന്നു പറയുമ്പോൾ, അല്ലെങ്കിൽ തന്നെ ചൂട് പിടിച്ച് നിൽക്കുന്ന ഈ അവസ്ഥ അതിനകത്ത് എഗൻ അതിൽ ഇത് ആഡ് ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെല്ലാം കൂടി ഉണ്ടാക്കിയിട്ടുള്ള വലിയ മുറുക്കം അവിടെയുണ്ട്. ആ മുറുക്കം നമുക്ക് നിശ്ചയമായി അവിടെ പോയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ മുറുക്കമാണ് പിന്നെ ഈ പറയുന്ന തരത്തിൽ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു സ്വഭാവത്തിലേക്ക് വടകരയെ മാറ്റിയിരിക്കുന്നത്. PT നാസർ, ഇവിടെ ഈ പറയുന്ന മലബാർ റീജിയനിൽ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഈ ഫലം എന്താവുന്നത് അപ്രവചനീയമാണ്. കാരണം അത്ര ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ കാസർഗോഡ് കണ്ണൂരാകട്ടെ, വടകര, കോഴിക്കോട് തുടങ്ങിയ എല്ലാ മണ്ഡലങ്ങളിലും, ഞാൻ മലപ്പുറം പൊന്നാനി മാറ്റിവെക്കുകയാണ്. ഈ ഏരിയയിൽ, ഈ ഉത്തര കേരളത്തിലെ ഈ ഏരിയയിൽ എല്ലാം പ്രവചനാതീതമാണ്. ഈ വടകരയിലേത് ഒരു സാമ്പിൾ ആയിരിക്കുമോ? മറ്റുള്ള മണ്ഡലങ്ങളെ കൂടി ആ വിധി സ്വാധീനിക്കുമോ? ഈ വടക്കൻ കേരളത്തെ എടുത്ത് നോക്കുമ്പോൾ വടകരയിൽ മാത്രമായിട്ട് അങ്ങനെ ഒരു പ്രത്യേക സാമ്പിൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. വടക്കൻ കേരളത്തിൽ എനിക്ക് മനസ്സിലായിടത്തോളം വടക്കൻ കേരളത്തിൽ ഈ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന അതിശക്തമായ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം വടകര അടക്കം വടക്കൻ കേരളത്തിൽ ഒരേപോലെ തന്നെയായിരിക്കും പ്രതിഫലിക്കുക നടത്തുന്നത്. ഇപ്പം ഷാഫിയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ കേരളത്തിലെ UDF സ്ഥാനാർത്ഥികളിലെ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിലെ ഏറ്റവും സ്വീകാര്യനായ സ്ഥാനാർത്ഥിയാണ്. വടകരയിൽ ഷാഫി പറമ്പിൽ തോൽക്കുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനർത്ഥം തൊട്ടപ്പുറത്ത് കണ്ണൂരിലുള്ള UDF സ്ഥാനാർത്ഥി അത്ര തന്നെ സ്വീകാര്യനല്ല, അതിനപ്പുറത്തുള്ള സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും അത്ര തന്നെ സ്വീകാര്യനല്ല. കേരളത്തിലെ UDF സ്ഥാനാർത്ഥികളിൽ ഏറ്റവും സ്വീകാര്യനായ ഷാഫി പറമ്പിൽ മത്സരിക്കുന്നത് വടകരയിലാണ്. ഒന്നത്. 2, കേരളത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം, അത് ഏറ്റവും ശക്തിയായി നിൽക്കുന്ന സ്ഥലവും വടക്കൻ കേരളമാണ്, ഈ മലബാറാണ്. അതിന് പലതരം കാരണങ്ങളുണ്ട്. ഈ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തെ ഏറ്റവും കൂടുതൽ കത്തിജ്വലിപ്പിച്ചിരുന്നത് ഈ സർക്കാരിൻ്റെ പോലീസ് നയത്തിനെതിരെയുള്ള വികാരമാണ്. അത് ഏറ്റവും കൂടുതൽ രൂക്ഷമായി നിൽക്കുന്നതും അതിൻ്റെ ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ട് അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ പോകുന്നതും വടക്കൻ കേരളത്തിനാണ്. അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിൽ വെച്ചാൽ മലബാറിൽ, തൃശ്ശൂർ മുതൽ മലബാറിലേക്ക് ഒരു UDF അനുകൂല തരംഗമായിരിക്കും പൊതുവെ ഉണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, പ്രമോദ് രാമൻ എഡിറ്റർ കൂടി ചേരുന്നു. ഈ പ്രമോദ് രാമൻ, ഈ ഒരു ദേശീയ രാഷ്ട്രീയ വിഷയം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രാൻഡ് പൊളിറ്റിക്സിനെതിരെ ഒരു പ്രചാരണമാണ് UDFും LDFും സത്യത്തിൽ നടത്തേണ്ടത്. പക്ഷേ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ഭരണവിരുദ്ധ വികാരം, ആ ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ഉണ്ട്. അതിനെ മുക്കിക്കളയാൻ ഈ പറയുന്ന CAA പോലുള്ള വലിയ ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ കൊണ്ട് LDFന് സാധിച്ചു. അജിംസ്, യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ വളരെ നിർണായകമായ ഒരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിൽ ഈ വോട്ടെടുപ്പ് നടക്കുന്നത് 2ാമത്തെ ഘട്ടത്തിലാണ് എന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു കാര്യം. അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് 1ാം ഘട്ട വോട്ടെടുപ്പിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിച്ച തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് പൊതുവിൽ വിലയിരുത്തപ്പെട്ടിട്ടുള്ളതാണ്.
പോളിംഗ് പെർസെൻറ്റേജിൻ്റെ കുറവ് തന്നെ അക്കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അസ്വസ്ഥത NDA ക്യാമ്പിൽ ഉണ്ടായതിനു ശേഷമാണ് നാം കാണേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വർഗീയ പ്രചാരണത്തിലേക്ക് കടന്നത്, നമുക്കെല്ലാം അറിയുന്നത് പോലെ. അപ്പോൾ ആ വർഗീയ പ്രചാരണം വന്ന ഘട്ടത്തിൽ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വളരെ യോജിച്ച് നിന്നുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുക എന്നത് തീർച്ചയായും ഒരു ആലോചനാ വിധേയമായ ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, NDA ക്യാമ്പിൽ തന്നെ അസ്വസ്ഥതകൾ തുടങ്ങുന്നു, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആത്മവിശ്വാസം കുറയുന്നു എന്നതിൻ്റെ അർത്ഥം ഇന്ത്യ ഒരു കൊഹറൻ്റായിട്ട് അവർ നിൽക്കുന്നു എന്നതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യതകളുണ്ട്, ഈ സർക്കാരിനെതിരെ സാധ്യതകളുണ്ട് എന്ന് വരുന്നു എന്നുള്ളതാണ്. അപ്പം ഇത് രണ്ടും കൂടി ചേരുമ്പോൾ കേരളത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം എന്നത്. അത് സ്വാഭാവികമായും ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ 2019 കേരളത്തിൽ കണ്ട കാഴ്ച ഒരു വിധത്തിലൊക്കെ ആവർത്തിക്കുന്ന നിലയിലേക്ക് നമ്മുടെ തിരഞ്ഞെടുപ്പ് സാഹചര്യം പോയി എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ അജിംസ് ആദ്യം തന്നെ എടുത്ത വടകര എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, വടകര ഒരുപക്ഷെ കേരളത്തിൽ ഒട്ടും തന്നെ പ്രഡിക്റ്റബിൾ അല്ലാത്ത ഒരു തിരഞ്ഞെടുപ്പ്, ഒരു മണ്ഡലമുണ്ടെങ്കിൽ, നേരത്തെ അത് പല മണ്ഡലങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒട്ടും തന്നെ പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മത്സരത്തിലേക്ക് നീങ്ങിയ ഒരു മണ്ഡലം വടകര തന്നെയാണ് എന്ന് പറയാം. കാരണം നേരത്തെ ദാവൂദ് പറഞ്ഞതുപോലെ വളരെ പലതരത്തിലുള്ള വിഷയങ്ങൾ കൂടിക്കൊഴിഞ്ഞ് അങ്ങേയറ്റം ശക്തമായ പ്രചാരണ വിധങ്ങൾ ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, ഇപ്പം നമുക്കറിയാം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തലശ്ശേരിയിലാവട്ടെ അല്ലെങ്കിൽ കൂത്തുപറമ്പിലാവട്ടെ, അവിടെയൊക്കെ LDFന് ലഭിക്കാവുന്ന ഒരു മുന്നേറ്റം, ഒരു 30,000-ൽ പരം വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷമെങ്കിലും ഈ രണ്ട് മണ്ഡലങ്ങളിലും കിട്ടിയാൽ മാത്രമേ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് അവർക്ക് ഇപ്പം പ്രത്യേകിച്ച് വടകര പോലൊരു മണ്ഡലം, അല്ലെങ്കിൽ കുറ്റ്യാടി, ഇതിലൊക്കെ നാദാപുരം എങ്ങോട്ട് നിൽക്കും എന്നതുകൂടി അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പേരാമ്പ്രയിൽ LDF പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം അത് വളരെ നല്ല തോതിൽ വന്നില്ലെങ്കിൽ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായും UDFന് സാധ്യതകൾ ഏറെയുണ്ട്. 32% മുസ്ലിം വോട്ടർമാരുള്ള ഒരു മണ്ഡലം എന്ന നിലയിൽ ആ നിലയ്ക്ക് കൂടി ഷാഫിക്ക് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ വിജയസാധ്യത നേരത്തെ നാസർ പറഞ്ഞതുപോലെ വിജയസാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും അധികം കൽപ്പിക്കപ്പെടേണ്ട സ്ഥാനാർത്ഥി ഷാഫിയാണ് എന്നിരിക്കൽ പോലും ശൈലജ ടീച്ചർ എന്നൊരു സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ ശൈലജ ടീച്ചർ ഒരുപക്ഷെ അതിനെല്ലാം മറികടക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്നൊരു തോന്നൽ മാത്രമാണ് അവിടുത്തെ മത്സരത്തെ ഇത്രയും കടുത്തതാക്കി മാറ്റുന്നത് എന്നാണ് പറയേണ്ടി വരിക. എങ്കിൽ തന്നെയും ഈ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലൊട്ടാകെ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം ഉണ്ടാവുകയാണെങ്കിൽ ഷാഫി അതിൽ നിന്ന് ഒഴിവാക്കപ്പെടില്ല എന്നത് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ശരി നിഷാദ്, ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം ഉത്തര കേരളത്തിൽ എത്രമാത്രം, മറ്റു മണ്ഡലങ്ങളിൽ എത്രമാത്രം സ്വാധീനിക്കും? ഇപ്പോൾ ഉദാഹരണത്തിന് കാസർഗോഡ് എടുക്കുക, അവിടെ ഈ കേന്ദ്രീകരണം ഉണ്ടായാൽ പോലും രാജ്മോഹൻ ഉണ്ണിത്താനിന്റെ നില സേഫാണോ? അല്ല, ഇപ്പോൾ അതായത് ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം, ന്യൂനപക്ഷ വോട്ടുകളുടെ ഓരോ മണ്ഡലത്തിലുള്ള പ്രാധാന്യം എന്നത് UDFന് മാത്രമായി അനുകൂലമാകുന്ന ഒരു ഘടകമാണ് എന്ന വിലയിരുത്തൽ എന്തുമാത്രം ശരിയുണ്ട് എന്നതിൽ എനിക്ക് തർക്കമുണ്ട്. കാരണം ഇത് ഒരു ദേശീയ സ്വഭാവമുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വിഷയങ്ങൾ, മതനിരപേക്ഷ വിഷയങ്ങൾ, ഒപ്പം ഇന്ത്യൻ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആരാണ് ശരിയാമെന്ന നിലപാട് സ്വീകരിക്കുക എന്നതിൽ വളരെ പൊളിറ്റിക്കലായ ഒരു അനാലിസിസ് നടത്താൻ ശേഷിയുള്ള ആളുകളാണ് ന്യൂനപക്ഷത്തുള്ള ആളുകൾ. അവർ ആ കാര്യത്തിൽ വളരെ ആലോചിച്ചുറപ്പിച്ച് തീരുമാനമെടുക്കുന്നവരും കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശേഷിയുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരു നിർണായക സന്ധിയിൽ UDFനെ മാത്രമായി പിന്തുണച്ച് കളയുമെന്ന് സസ് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. എന്നാൽ ഈ സമീപകാല തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ഒരു ത്രെട്ടിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ UDFനെ കൂടുതലായി വിശ്വസിക്കുന്ന ഒരു ട്രെൻഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. 2019 നമ്മളത് കണ്ടതാണ്. നേരത്തെ പ്രമോദ് സാറ് പറഞ്ഞതുപോലെ ഇന്ത്യ സഖ്യത്തിന് എന്തൊക്കെയോ സാധ്യതകളുണ്ട് എന്നുള്ള പുതിയ ചില ഡിസ്കഷൻസ് ഓപ്പണായി വരുന്നത് അവർക്ക് UDFന് ഗുണം ചെയ്യുന്നതാണ്. നേരത്തെ ആണെങ്കിൽ മോഡി എന്തായാലും തുടരുന്ന മോദിയോട് സംസാരിക്കാൻ ശേഷിയുള്ളവരാരാണ്, അവർ ഇടതുപക്ഷക്കാരാണ് എന്നവർ ചിന്തിക്കും. അതിൻ്റെ ഗുണം ഞങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ ലെഫ്റ്റ് വിചാരിച്ചിരുന്നെങ്കിൽ മോദി റിപ്പീറ്റ് ചെയ്തേക്കില്ല, ചിലപ്പോൾ മോദി വീഴും, ഇന്ത്യ സഖ്യത്തിനൊരു മുന്നണി ഉണ്ടാക്കാൻ കഴിയും, സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന ഒരു ചിന്ത രൂപപ്പെട്ടു വരുന്നത് UDFനെ സംബന്ധിച്ച് ഗുണമുണ്ടാക്കുന്ന കാര്യവും 2019 പരിസരത്തുകൂടി അത് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സംഗതിയുമാണ്. വടകരയുടെ കാര്യം പ്രത്യേകമായി എടുത്താൽ ഷാഫിയെ സംബന്ധിച്ച് നമ്മളെന്തിനാണ് കവർ ചെയ്ത് പറയേണ്ട കാര്യമില്ല. അയാൾക്കൊരു വിസിബിൾ എഡ്ജ് ഉണ്ട്, അതൊരു സത്യമാണ്.
അത് പൊതുവേ നമ്മൾ വാർത്തകൾ കാണുമ്പോൾ മാധ്യമങ്ങളിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് കവറേജ് ചെയ്യുന്ന രീതി കാണുമ്പോൾ ഒക്കെ നമുക്ക് നോക്കിയാൽ, ഒപ്പം അവിടുത്തെ ആൾക്കൂട്ടത്തെ കണ്ടാൽ, പ്രചരണത്തിലുള്ള മൊത്തത്തിലുള്ള ഒരു മുന്നേറ്റമൊക്കെ കണ്ടാൽ ഷാഫിക്ക് ഒരു എഡ്ജ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഷൈല ടീച്ചറെ കൊണ്ടുവരുമ്പോൾ ഷൈല ടീച്ചർ ഒന്ന് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് CPM എക്കാലത്തും പ്രതിസന്ധി അനുഭവിച്ചൊരു മണ്ഡലമാണ്. അവിടെ ഷൈല ടീച്ചറെ പോലെ ഒരു വലിയ അക്സെപ്റ്റൻസ് ഉള്ള ആളെ കൊണ്ടുവന്നാൽ ആ വിഷയത്തെ മറികടക്കാമെന്നൊരു വിചാരിക്കുമ്പോഴാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ കൂട്ടുകയും കൂടുതൽ ആളുകളെ അതിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്ത് വീണ്ടും ആ വിഷയം മുഖ്യധാരയിലേക്ക് വരുന്നതോടെ ടീച്ചർ പ്രതിസന്ധിയിലാവുകയാണ്. എന്ന് മാത്രമല്ല, പാനൂരിലെ സ്ഫോടനം ഉണ്ടാകുന്നതോടുകൂടി നേരത്തെ എന്തൊക്കെയാണോ CPM-നെയും ഇടതുപക്ഷത്തെയും അവിടെ ബുദ്ധിമുട്ടിച്ചിരുന്നത്, ആ ഘടകങ്ങൾ വീണ്ടും അന്തരീക്ഷത്തിലേക്ക് മുഖ്യധാരയിലേക്ക് വരികയും അവർ ഡിഫൻസിലാവുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കാണണം. ഷാഫി ആവട്ടെ കേവലം വടകരയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു നേതാവ് എന്നതിനപ്പുറത്തേക്ക് പോയിട്ട് കേരളത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ ഒരു നെക്സ്റ്റ് ലീഡർ ആരാണെന്നുള്ള ചോദ്യത്തിനുള്ള ആൻസർ കൊടുക്കുകയാണ് ഇപ്പോൾ വടകരയിൽ നമ്മൾ കാണുന്നത്. ആ നിലയ്ക്ക് അയാൾക്ക് ഒരു പെനട്രേഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് അവിടുത്തെ മത്സരം ഇഞ്ചോടിഞ്ചായി കഴിഞ്ഞിട്ടുണ്ട്. ആരാണ് ജയിക്കുക എന്നത് ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയാത്തത്. അപ്പുറത്തുണ്ടായ ആവേശം എന്താണോ അതേ ആവേശത്തെ ആ അർത്ഥത്തിൽ ലെഫ്റ്റിൻ്റെ ക്യാമ്പ് ഏറ്റെടുക്കുകയും അവർ അവരുടെ പരമാവധി സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം വടകര കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതുരൂപം അടക്കമാണ്. നേരത്തെ നാസർക്ക് പറഞ്ഞ പോലെ ഷാഫി പറമ്പിലിനെ പോലെ ഇത്രയും വലിയ ഒരു ഫിഗറായിട്ട് വളർന്നു വന്ന ഒരാൾ അവിടെ വീണു പോയാൽ അത് കേരളത്തിലെ നമ്മളിപ്പം മുസ്ലിം മൈനോറിറ്റിയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. മുസ്ലിം മൈനോറിറ്റി എടുത്തുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ലെഫ്റ്റിന് ഗുണം ചെയ്തു എന്ന് വിചാരിക്കണം. അതർവൈസ് ഈ ഏതെങ്കിലും ഒരു ഒറ്റ അജണ്ടയിൽ ഈ തെരഞ്ഞെടുപ്പിനെ കേന്ദ്രീകരിക്കുന്നതിൽ ലെഫ്റ്റ് പരാജയപ്പെട്ടു എന്ന് കണ്ടുവരും. കാരണം ഇതൊരു ഒരു വിഷയത്തിൽ CAA അല്ലെങ്കിൽ ദേശീയ വിഷയങ്ങൾ നരേന്ദ്രമോദി എന്നതിൽ കേന്ദ്രീകരിച്ച് നിർത്തിക്കൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുവരാണ് ലെഫ്റ്റ് തുടക്കത്തിൽ ശ്രമിച്ചെങ്കിൽ അതിൽ അവർക്ക് പൂർണ്ണാർത്ഥത്തിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് പൊസിഷനുണ്ട്, പിണറായി വിജയൻ സർക്കാരിനെയും പാഠം പഠിപ്പിക്കണം, ഇവിടുത്തെ ആൻറ്റി ഇൻകംബൻസി എന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരാൻ UDF ശ്രമിച്ചെങ്കിൽ അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ UDF-ന് ഒരു സ്റ്റെപ്പ് എടുക്കാൻ, ഒരു എഡ്ജ് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് UDF-ൻ്റെ കോൺഫിഡൻസിൻ്റെ ഇപ്പോഴത്തെ ആധാരമായ സംഗതി. അത് ലെഫ്റ്റിന് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. റൈറ്റ്. ആ അജണ്ട ദേശീയ രാഷ്ട്രീയവുമായി എത്രമാത്രം ബന്ധപ്പെട്ടതാണ് എന്നുള്ളതും ഒരു പ്രശ്നം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളെ സംബന്ധിച്ച് അത് ലീഗിൻ്റെ കുത്തക മണ്ഡലങ്ങളാണെന്ന് പറയുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെയായിട്ട് ഉണ്ടായ സംഭവം സമസ്തയിലും ലീഗിലും വിള്ളലുണ്ടാകുന്നു എന്ന ഒരു നറേറ്റീവ് ഉണ്ടാകുന്നു, ഒരു പ്രചാരണം നടക്കുന്നു. അത്തരം ഒരു പ്രതികരണങ്ങൾ സമസ്ത നേതാക്കളുടെയും ലീഗിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. യഥാർത്ഥത്തിൽ അതൊരു ഇഷ്യൂ ആണോ ആ രണ്ട് മണ്ഡലങ്ങളിൽ? അത് ഒരു ഇഷ്യൂ ആക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്നത് ശരിയാണ്, ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോൾ മാത്രം ആരംഭിച്ചതല്ല, കുറച്ച് നേരത്തെ ആരംഭിച്ചതാണ്. LDF-മായി നമ്മൾ നല്ല ബന്ധം പുലർത്തുന്നതാണ് സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഗുണകരം. ആരാണ് ഭരിക്കുന്നത് നമ്മൾ നോക്കേണ്ടതില്ല, ആര് ഭരിച്ചാലും ശരി നമുക്ക് നമ്മുടെ സമുദായത്തിൻ്റെയും അതുപോലെ സംഘടനയുടെയും താല്പര്യങ്ങൾ രക്ഷിക്കാൻ കഴിയുന്നവരെയാണ് നമ്മൾ പിന്താങ്ങേണ്ടതെന്ന ഒരു വിചാരവും ഒരു വികാരവും നേരത്തെ തന്നെ സിദ്ധിക്കാൻ ശ്രമം നടന്നിട്ടുണ്ട്. അതിന് കാര്യമായ കാരണം എന്താണെന്ന് വെച്ചാൽ AP അബൂക്കർ മുസ്ലിയാരെ പിൻപറ്റുന്ന ആ സമസ്തയുടെ വിഭാഗം നേരത്തെ തന്നെ ആ ലൈനിലാണ് ഉള്ളത്. അവർക്ക് അതുകൊണ്ട് കുറേ സ്ഥാനങ്ങൾ കിട്ടി, ഹജ്ജ് കമ്മിറ്റിയിലും അതുപോലെ വഖഫിലും ഒക്കെ സ്ഥാനങ്ങളും കിട്ടി. ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളിലും ലഭിക്കുമോ ഈ ലീഗിനെ പിന്തായിക്കൊണ്ട് അതിൽ നിൽക്കുന്ന സമസ്തക്ക് ഒന്നും കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ അസ്വസ്ഥരായ ഒരു വിഭാഗം ആളുകളുണ്ട്. അത് ശരിയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് ഒരു ലക്ഷണവുമില്ല. പ്രത്യേകിച്ച് മലപ്പുറത്തും പൊന്നാനിയിലും അവരുടെ ശ്രമങ്ങൾ വിജയിക്കുമെന്ന് കരുതാൻ കഴിയുക. ഒരുപക്ഷെ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ശരി, മുസ്ലിം ലീഗിൻ്റെ 2 ഉറച്ച മണ്ഡലങ്ങൾ എന്ന് പറയപ്പെടുന്ന മലപ്പുറം പൊന്നാനി, ഈ രണ്ടിലും ഇവരുടെ സ്വാധീനം പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രതികരണം സൃഷ്ടിക്കുമെന്ന് ഭൂരിപക്ഷം കുറയ്ക്കാൻ പോലും പറ്റില്ല. ഭൂരിപക്ഷം കുറയ്ക്കാൻ പോലും പറ്റില്ല. ഭൂരിപക്ഷം ഒരു പക്ഷേ കുറച്ചൊക്കെ പറയപ്പെടാൻ പറയത്താവുന്ന വിധത്തിൽ അത് ഉണ്ടാവില്ലെങ്കിൽ ശരി കുറച്ചൊക്കെ ബാധിച്ചേക്കാം. പക്ഷേ കാര്യമായ പ്രത്യാഘാതം അത് ഉണ്ടാക്കുമെന്ന് കരുതാൻ ഒരു ന്യായവുമില്ല. ശരി. നാസർ, ഈ പാലക്കാട് ആലത്തൂർ ഈ 2 മണ്ഡലങ്ങളും ഈ പറഞ്ഞതുപോലെ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പാലക്കാടെ സംബന്ധിച്ച് VK ശ്രീകണ്ഠൻ ഒരു പഞ്ചായത്ത് മെമ്പറെ പോലെ ആ മണ്ഡലത്തിൽ ഇറങ്ങി നടന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അത് എന്ത് ചെയ്തു വികസനം കൊണ്ടുവന്നുള്ളതല്ല, അത്രമാത്രം ജനപ്രിയനാവാൻ ശ്രമിക്കുകയും ജനകീയനാവുകയും ചെയ്ത ഒരാളാണ് ശ്രീകണ്ഠൻ. ശ്രീകണ്ഠനെ നേരിടാൻ CPM നിയോഗിച്ച പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനെയാണ്. അപ്പോൾ വിജയരാഘവൻ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ആളാണ്. ശ്രീകണ്ഠൻ അപ്രതീക്ഷിതമായ ഒരു അട്ടിമറി ജയം നടത്തിയ ആളാണ് പാലക്കാട് എന്തായിരിക്കും ഉണ്ടാവുക? ഈ പാലക്കാട് വിജയരാഘവൻ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. പാലക്കാട് അവിടുത്തെ മുൻ MP ആയിരുന്നു എന്നുള്ളൊരു കാലം പുതിയ തലമുറക്ക് അറിയില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. 90കളുടെ MP ആണ് അദ്ദേഹം. പിന്നെ അക്കാലത്ത് തന്നെ അദ്ദേഹം വിജയിച്ചു പോകുന്നതിൻ്റെ കഥകളൊക്കെ അദ്ദേഹം മത്സരിച്ചിട്ട് അദ്ദേഹം തന്നെ അവിടെ നിന്ന് ഒരിക്കൽ പറഞ്ഞൊരു കഥയുണ്ട്. അദ്ദേഹം ഒരിക്കൽ അവിടെ മത്സരിക്കുന്നു, എന്നാൽ മലമ്പുഴയിൽ അദ്ദേഹം പാലക്കാട് പാർലമെൻറ്റ് സൈറ്റിൽ മത്സരിക്കുന്നു. എന്നിട്ട് മലമ്പുഴയിൽ നിയമസഭയ്ക്കും പാർലമെൻറ്റിലേക്കും ഒരേപോലെ തെരഞ്ഞെടുപ്പ് പറഞ്ഞു. അപ്പോൾ നിയമസഭയിലേക്ക്
പിന്നെ ശിവദാസ മേനോൻ മാഷ് മലമ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നു. ശിവദാസ മേനോൻ മാഷ്ക്ക് വലിയ ഭൂരിപക്ഷം കിട്ടുന്നു. വിജയരാഘവൻ ഏതാണ്ട് ഒരു 100-ൽ താഴെ വോട്ടിന് മാത്രം ഭൂരിപക്ഷം കിട്ടുന്നു. അന്ന് വിജയരാഘവൻ അവിടുത്തെ ബാക്കി പാർട്ടിക്കാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് എന്താ ശിവദാസ മേനോൻ മാഷ് അരിവാൾ പൊന്നോ എൻ്റെ അരിവാൾ തകരമാണോ എന്ന്. ആ ഒരു സംഗതി പാലക്കാട് CPM-ൻ്റെ ഉള്ളിൽ പിന്നീട് ഇത് കുറേ കാലമായിട്ട് വളർന്നിട്ട് ചിലവരുടെ അരിവാൾ പൊന്നും ചിലരുടെ അരിവാൾ ഇരുമ്പുമായി മാറിയിട്ട് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ കണ്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ അവിടുത്തെ CPM സ്ഥാനാർത്ഥിയെ നമ്മൾ വിളിക്കുമ്പോൾ CPM സ്ഥാനാർത്ഥിക്ക് വരാൻ ഒഴിവുണ്ടായിരുന്നില്ല. വരാൻ ഒഴിവില്ലാത്തതിന് അദ്ദേഹം കാരണം പറഞ്ഞത് ആ നേരത്ത് ഞാൻ നമ്മൾ ചർച്ചകൾക്കൊക്കെ വിളിച്ച സമയത്ത് ആ നേരത്ത് ഞാൻ വിജയാഹ്ലാദ പ്രകടനത്തിലായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിജയാഹ്ലാദ പ്രകടനത്തിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കി വെച്ച പാട്ട് പോലും പുറത്ത് ലീക്കായിട്ടാകെ ഇതായ ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അതിനുശേഷം ഉണ്ടായത് ആ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് ജയിക്കുമെന്ന് അത്രമാത്രം ഉറപ്പിച്ചിരുന്ന CPM സ്ഥാനാർത്ഥി അവിടെ തോറ്റതിന് ശേഷം അവിടെ CPM-ന് അകത്തുണ്ടായ പ്രശ്നങ്ങൾ ഇതുവരെ ഫിക്സ് ചെയ്യാൻ ആ പാർട്ടി പരിഹരിച്ചു എന്നാണ് പാർട്ടിയുടെ അവകാശവാദം. അതായത് ശശിയുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ രാജേഷ്. അതെ, അത് പരിഹരിച്ചു എന്നാണ് പാർട്ടിയുടെ അവകാശവാദമെങ്കിലും പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും അത് പരിഹരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാർട്ടി ഈ പാലക്കാട് ജില്ലയിലെ തന്നെ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ മാത്രം പാലക്കാട് ജില്ലയിലെ CPM എന്ന് പറഞ്ഞാൽ ഒരു 10-12 കൊല്ലം മുമ്പുള്ള ഒരു കോൺഗ്രസ് ആണ്. അങ്ങനെ തന്നെ ആ പാർട്ടിയെ കാണണം. കോൺഗ്രസ്സുകാർക്ക് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടോ ആ കുഴപ്പങ്ങളൊക്കെ അവിടെയുണ്ട്. അത് നിലനിൽക്കെയാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും വിജയരാഘവനെ സ്ഥാനാർത്ഥിയാക്കി വെച്ചത്. ഇപ്പം തുടക്കത്തിൽ അജിംസ് തന്നെ പറഞ്ഞല്ലോ, ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഗുണം ചെയ്യുന്ന ഇപ്പോഴത്തെ മനുഷ്യന്മാർക്ക് ആവശ്യം അത് തന്നെയാണ്. ഇപ്പോഴത്തെ മനുഷ്യന്മാർക്ക് ശശി തരൂരിനെക്കാട്ടും ഏറ്റവും നല്ല MP ആയിട്ട് ആൾക്കാർക്ക് കോൺഗ്രസ്സുകാർക്ക് പോലും തോന്നുക ഇയാൾ തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആകെപ്പാടെ MP-മാർ പോലും നേർക്ക് നേർന്നിട്ട് നമ്മൾ ബിഗ് ഫൈറ്റ് പോലുള്ള ചർച്ചകളിലൊക്കെ MP-മാർ പോലും നേർക്ക് നേർ നിന്നിട്ട് അവകാശപ്പെട്ട എത്ര ഈ ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിച്ചു എന്നും എത്ര ബസ് സ്റ്റാൻഡ് സ്ഥാപിച്ചു എന്നും ആൾക്കാർക്കും അത് തന്നെ ആവശ്യമുള്ളൂ. ആൾക്കാർക്കും MP-മാർക്കും MP-മാരുടെ കാറ് കല്യാണത്തിന് വീട്ടിന് മുമ്പിൽ കാണണം എന്നുള്ള മിനിമം സൗകര്യങ്ങൾ മാത്രമേ ഒരു MP-ന്ന് ആൾക്കാർ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് മുഴുവൻ കൊടുത്തിട്ടുള്ള ഒരാളാണ് ശ്രീകണ്ഠൻ. മറ്റേ ആളുടെ കാര്യത്തിലാണെങ്കിൽ വിജയരാഘവൻ്റെ കാര്യത്തിലാണ് അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അദ്ദേഹം ജയിച്ചാൽ പിന്നീട് മണ്ഡലത്തിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉള്ള ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റാതെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ് CPM-കാർ. ഓക്കെ, ഏതായാലും ജനകീയതയും ജനപ്രിയതയും ദേശീയ രാഷ്ട്രീയവും ഒക്കെ ഏറ്റുമുട്ടുകയാണ് പാലക്കാട്ട്. എന്ത് സംഭവിക്കുന്ന നമുക്കറിയില്ല. ഞാൻ ഇടവേളയ്ക്ക് പോവാണ്. ഇടവേളയ്ക്ക് മുമ്പ് ഒരു കാര്യം പറയാനുള്ള ആലത്തൂർ മണ്ഡലത്തെക്കുറിച്ചുള്ള വിശകലനം കൂടി വരും. വെൽക്കം ബാക്ക്. കേരള മാർക്ക് വോട്ടെടുപ്പിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളെ വിലയിരുത്തുകയാണ് മീഡിയ വൺ എഡിറ്റോറിയൽ ബോർഡ്. ദാവൂദ് സാഹിബ്, ആലത്തൂർ മണ്ഡലം ബിഗ് ഫൈറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കർഷക പ്രശ്നങ്ങൾ അവിടെ ധാരാളമുണ്ട്. പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയുടെ ഭാഗമായ മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങളിൽ വെള്ളമില്ലായ്മ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. അത് പലതരത്തിൽ ഭരണവിരുദ്ധ വികാരം സംസ്ഥാന സർക്കാരിനെതിരുണ്ട്, കേന്ദ്ര സർക്കാരിനെതിരൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഈ രമ്യ ഹരിദാസ് എന്ന UDF-ൻ്റെ MP അവർ അവിടെ ജയിച്ചത്, ആലത്തൂർ പോലൊരു മണ്ഡലത്തിൽ ജയിച്ചത് അത്ഭുതമായിരുന്നു കഴിഞ്ഞ തവണ. എങ്ങനെ അട്ടിമറി നടന്നെന്ന് പലരും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കുകയാണ് രാധാകൃഷ്ണൻ്റെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ അവിടെ നിന്ന് എന്തൊരു പൾസാണ് കിട്ടുന്നത്? നമുക്ക് അജിംസ്, നമ്മളിപ്പോൾ CPM-ൻ്റെ നേതാക്കന്മാരുമായിട്ട് ഓഫ് ദ റെക്കോർഡ് സംസാരിക്കുമ്പോൾ അവർ കേരളത്തിലെ മൊത്തം ചിത്രം എടുത്ത് സംസാരിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്ന 2 മണ്ഡലങ്ങൾ, ഒന്ന് ആറ്റിങ്ങലാണ്, മറ്റൊന്ന് ആലത്തൂരാണ്. ഒന്നത്. രണ്ടാമത്, കേരളത്തിൽ CPM നിർത്തിയ സ്ഥാനാർത്ഥികൾ എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും മികച്ചവർ ആയിട്ടുള്ള 2 പേർ, അതും ആലത്തൂരിലെ മന്ത്രി രാധാകൃഷ്ണനും ആറ്റിങ്ങലിലെ ജോയിയുമാണ്. അതവിടെ ഉണ്ട്. രണ്ടാമതൊരു ഘടകം CPM-നെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായി നമ്മൾ ആലത്തൂരിലെ ഓരോ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എടുത്തു നോക്കുക, അസംബ്ലി സെഗ്മെൻറ്റുകൾ എടുത്തു നോക്കുക, സംഘടനാപരമായി CPM-നെ സംബന്ധിച്ച് അങ്ങേയറ്റം സേഫായിട്ടുള്ളൊരു മണ്ഡലം കൂടിയാണ് ആലത്തൂർ. ആ മണ്ഡലത്തിലാണ് കഴിഞ്ഞ തവണ 2019 രമ്യ ഹരിദാസ് ജയിക്കുന്നത് മാത്രമല്ല 52.4% വോട്ടാണ് മേടിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. വലിയ വോട്ട് ഷിഫ്റ്റ്. നമുക്ക് CPM-ൻ്റെ കുത്തക മണ്ഡലം എന്ന് നിശ്ചയമായും പറയാവുന്ന ഒരു മണ്ഡലത്തിൽ 52.4% വോട്ട് മേടിക്കുന്നു. CPM-ൻ്റെ സ്ഥാനാർത്ഥി ബിജു മേടിക്കുന്ന 36.8% വോട്ടാണ്. ആ ഡിഫറൻസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. CPM വിജയിച്ച സമയത്ത് പോലും ആ ഡിഫറൻസ് ഇതിൻ്റെ അടുത്ത് പോലുമില്ല. അത് നമ്മൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫായ ഒരു മണ്ഡലം എന്ന് പറയാവുന്ന മണ്ഡലത്തിലാണ് ഈ നിലക്കുള്ള അത്ഭുതകരമായുള്ളൊരു പെർഫോമൻസ് രമ്യ ഹരിദാസ് നടത്തുന്നത്. അപ്പോൾ അതിലും പല ഘടകങ്ങളുണ്ട്. കഴിഞ്ഞ ഇലക്ഷനിൽ രാഹുൽ എഫക്റ്റ് ഉണ്ട്, ഈ കേന്ദ്രത്തിൽ മോഡിയെ പലതരം ഘടകങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഇത്രയും അധികം ഒരു വോട്ട് ഷെയർ അവർ മേടിച്ചു എന്നുള്ള അത്ഭുതകരമായുള്ള കാര്യമാണ്. ഒരു കാര്യം കൂടെ ഉണ്ട്, കഴിഞ്ഞ തവണ PK ബിജു ആയിരുന്നു മത്സരം. PK ബിജു
പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം പോലും അങ്ങേയറ്റം അവരെ സംബന്ധിച്ച് പ്രയാസം ഉണ്ടാക്കിയ ഒരു ഇതായിരുന്നു. തൊട്ട് മുമ്പത്തെ അങ്ങേയറ്റം ടെനോറിലുള്ള പെർഫോമൻസ് അവരെ സംബന്ധിച്ച് ഭയങ്കര അസംതൃപ്തി ഉണ്ടാക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ അജിംസ് പറഞ്ഞ മാതിരിയുള്ള ഈ കർഷക പ്രശ്നങ്ങൾ, ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഇതൊന്നുമല്ല ആലത്തൂരിൽ തെരഞ്ഞെടുപ്പിനെ നിശ്ചയിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രമ്യ ഹരിദാസ് എന്താണ് ചെയ്യുന്നത്? അവർ ഈ ഇങ്ങനത്തെ രാഷ്ട്രീയമൊന്നുമല്ല സംസാരിക്കുന്നത്. അവർ പോകുന്നു, പാട്ട് പാടുന്നു, ഓട്ടോ തൊഴിലാളികളായിട്ട് സംസാരിക്കുന്നു, ഇങ്ങനെ പോകുന്നു. ആ ഒരു ഓറ അവരുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ പിന്നെ ഈ പറഞ്ഞ ഒരു സാധാരണ മലയാളി ഒരു MP നിന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കല്യാണത്തിന് MP ബോർഡ് വെച്ച ഒരു കാർ അവിടെ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതിൽ ആ നിലക്ക് മണ്ഡലത്തിൽ ഇറങ്ങിച്ചെല്ലുന്നതിൽ രമ്യ ഹരിദാസ് വിജയിച്ചിട്ടുണ്ട്. രാധാകൃഷ്ണനാവട്ടെ ഒരു ക്ലീൻ പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നൊരു ഇമേജ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ മണ്ഡലം ഇതിന് കീഴിലാണ്. ഈ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി, തൃശ്ശൂരിലെ പാർട്ടി നേതാവായിരുന്ന ആളാണ്. പക്ഷേ അതിലപ്പുറമുള്ളൊരു റീച്ച് നിശ്ചയം പാർട്ടി പ്രവർത്തകർക്കിടയിലുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം നിർത്താവുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റാണ്. അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് CPM ഉള്ളത്. CPM നേതാക്കളായിട്ട് സംസാരിക്കുമ്പോൾ അവരേറ്റവും കൂടുതൽ ആത്മവിശ്വാസത്തോട് പറയുന്നൊരു മണ്ഡലമാണത്. പക്ഷേ രമ്യ ഹരിദാസിൻ്റെ ഒരു പെർഫോമൻസ് പൊട്ടൻസ് എന്ന് പറയുന്നത്, ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആളുകൾ ആകർഷിക്കാനുള്ളൊരു കഴിവ്, അതിന് കോട്ടം തട്ടിയിട്ടില്ല, ഇപ്പോഴും കോട്ടം തട്ടിയിട്ടില്ല. അതുകൊണ്ട് CPM ലീഡർഷിപ്പ് പുറമേക്ക് പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം അത് പൂർണ്ണമായി ശരിയാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശരി, പ്രമോദ് രാമൻ, ഈ രമ്യ ഹരിദാസ് എന്താണ് പറയുക, നെക്സ്റ്റ് ഡോർ ഗേൾ എന്നൊരു ഇമേജ് കഴിഞ്ഞ തവണ വിറ്റുപോയതാണ്. അത് എല്ലാ തവണയും വിറ്റുപോകുന്നത്ര ആലത്തൂരിൽ ഇനിയും വിറ്റുപോകുമോ അത്തരം ഒരു ഇമേജ്? അതാണോ UDF സ്ഥാനാർത്ഥിയുടെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ്? അല്ല, അജിംസ്, ആലത്തൂര് നേരത്തെ ദാവൂദ് പറഞ്ഞ പോലെ തന്നെ ഒരു അടിയുറച്ച ഇടതു മണ്ഡലമാണല്ലോ. അത് അങ്ങനെ തന്നെ കാണേണ്ടിയിരിക്കും. കാരണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, ഓരോ മണ്ഡലത്തിലും ഏതാണ്ട് ഒരു 20,000-ൽ പരം ഭൂരിപക്ഷത്തിനാണ് LDF സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നത്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 2,02,000 ചില്ലാനുമാണ് പിന്നെ ആലത്തൂരിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് ഭൂരിപക്ഷമുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞു. ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള സംശയവും ആർക്കും ഉണ്ടാകേണ്ടതില്ല. പക്ഷേ രാധാകൃഷ്ണൻ എന്ന മന്ത്രി അവിടെ മത്സരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, ഒന്ന്, രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സോഫ്റ്റ് ഇടതുപക്ഷം അവിടെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം തന്നെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നൊരു ഫാക്ടർ കൂടി ഒരുപക്ഷെ പ്രവർത്തിക്കുന്നുണ്ടാകാം. അങ്ങനെ വ്യക്തികൾ തമ്മിലുള്ള അല്ലെങ്കിൽ അവിടുത്തെ കാൻഡിഡേറ്റ്സ് തമ്മിലുള്ള ഒരു മത്സരമായി അത് മാറുമ്പോഴാണ് രമ്യ ഹരിദാസിന് കുറച്ചൊരു മേൽക്കൈ വരുന്നത്. ഇപ്പോൾ നമുക്ക് ചേലക്കര പറഞ്ഞു, മന്ത്രിയുടെ തന്നെ മണ്ഡലമായ ചേലക്കര, അതുപോലെ തന്നെ വടക്കാഞ്ചേരി, നല്ല തോതിൽ വോട്ടുള്ള ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ നല്ല ലീഡുണ്ടാക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളാണ്. അതോടൊപ്പമാണ് മറ്റ് ചില മണ്ഡലങ്ങൾ. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയോട് ചേർന്ന് കുന്നംകുളമൊക്കെ നല്ല തോതിൽ LDF-ന് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളാണ്. അതുൾപ്പെടെ കുന്നംകുളം ഉൾപ്പെടെ LDF-ന് മേൽക്കൈയുള്ള മണ്ഡലങ്ങളിലേക്കല്ല രമ്യയുടെ പ്രചാരണം പോയിരിക്കുന്നത് എന്നത് നമ്മൾ കാണണം. അതുകൊണ്ട് തന്നെ ഞാനവിടെ പ്രതീക്ഷിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് അതിനെ കൊണ്ടുവരാൻ CPM-ന്റെ സംഘടനാ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ രാധാകൃഷ്ണന് സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ ഈ ദേശീയപാത യാത്രയുടെ ഭാഗമായി അവിടെ എത്തിയപ്പോഴൊക്കെ രമ്യ ഹരിദാസ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നേയില്ല, ഒരു പിക്ചറും ഇല്ല. അവർ ഈ പറയുന്ന അവരുടെ പെർഫോമൻസിനെ കുറിച്ചുള്ള ഒരു പഴയ ചിത്രമല്ലാതെ ജനങ്ങൾക്ക് ഒരു രമ്യ ഹരിദാസ് ഇപ്പോഴെന്താണ്, എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്, അവരെന്ത് രാഷ്ട്രീയമാണ് പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ്, ഒരുപക്ഷെ ആ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് അവർ വളരെ സജീവമായി രംഗത്ത് വരികയും പാർട്ടി തന്നെ എവിടെയൊക്കെയാണ് അവർക്ക് ദൗർബല്യങ്ങളുള്ളത് എന്ന് മനസ്സിലാക്കി അത് തിരുത്തിക്കൊണ്ട് അവരെ ഒരു ജയത്തിന് തയ്യാറാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. എന്നാലും ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നുണ്ട് ആലത്തൂർ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു മണ്ഡലമല്ല UDF-ന്. കഴിഞ്ഞ തവണ സംഭവിച്ച രമ്യ ഹരിദാസ് ഒരു പുതുമുഖം എന്നുള്ള നിലയിൽ കൂടി അവരുടെ ഈ പ്രകടനത്തിന് ഒരു ആകർഷണീയത കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മൊത്തത്തിൽ UDF-ന്റെ ഒരു തരംഗമുണ്ടായപ്പോൾ രമ്യ ഹരിദാസിന്റെ ആ പെർഫോമൻസിന്റെ ബലത്തിൽ കൂടി അത് ക്രമാതീതമായി ഉയരി
ഉയരുകയായിരുന്നു അവരുടെ ഭൂരിപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. രാധാകൃഷ്ണൻ ഇത്തവണ നല്ല മത്സരമാണ് രമ്യക്ക് നൽകുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, എന്തായാലും ഈ ആലത്തൂർ വിടാം. തൃശ്ശൂരാണ് മറ്റൊരു ശ്രദ്ധാകേന്ദ്രം. നിഷാദ്, തൃശ്ശൂര് ആരൊക്കെ തമ്മിലാണ് മത്സരം? LDF UDF തമ്മിലാണോ, UDF BJP തമ്മിലാണോ, LDF BJP തമ്മിലാണെന്ന് ഇപ്പോഴും കൃത്യതയില്ല. പലതരത്തിലുള്ള അവകാശവാദമുണ്ട്. പക്ഷേ സുരേഷ് ഗോപി തുടക്കത്തിൽ സൃഷ്ടിച്ച ആ ഒരു ഇമ്പാക്റ്റ് ഈ പ്രചാരണത്തിലൂടെ ഉടനീളം നിലനിർത്താൻ സാധിച്ചോ? ഇപ്പം ആര് തമ്മിലായിരിക്കും മത്സരം? സത്യത്തിൽ സുരേഷ് ഗോപിക്ക് തുടക്കത്തിൽ ഒരു എഡ്ജ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിയത് സുരേഷ് ഗോപി മാത്രം കളത്തിലുണ്ടായിരുന്ന കുറേ കാലമാണ്. കാരണം സുരേഷ് ഗോപിയെ BJP നേരത്തെ തന്നെ അവിടുത്തെ കാൻഡിഡേറ്റായി പ്രഖ്യാപിച്ചു. അദ്ദേഹം അവിടെ നിറഞ്ഞു കളിച്ചത് എല്ലാ അർത്ഥത്തിലും കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം മാത്രം ഒരു ഒറ്റ കളിക്കാരൻ മാത്രം ഉണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്ന ഒരു അധിക വിസിബിലിറ്റി ഉണ്ട്. അത് പക്ഷേ രണ്ട് സ്ഥാനാർത്ഥികൾ കൂടി വന്നവിടെ, രണ്ട് സ്ഥാനാർത്ഥികൾ എന്ന ചില്ലറക്കാരല്ല, രണ്ട് മുന്നണികളും അവരുടെ ഏറ്റവും അവൈലബിൾ ബെസ്റ്റിനെ അവതരിപ്പിച്ച ചിത്രം പൂർത്തിയായതോടുകൂടി സത്യത്തിൽ മുൻപുണ്ടായിരുന്ന ഒരു എഡ്ജോ അത്രയും വിസിബിലിറ്റിയോ അത്രയും സാധ്യതയോ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് തൃശ്ശൂരിൽ നമുക്ക് കാണാൻ കഴിച്ച ചിത്രം. ഞാൻ അവിടെ പോയതാണ്. വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പണം ഇറക്കുന്നത് കേരളത്തിൽ BJPയുടെ സ്ഥാനാർത്ഥികളാണ്. തിരുവനന്തപുരത്ത് പോയാലും തൃശ്ശൂർ പോയാലും നമുക്ക് അവരിങ്ങനെ കോടാനുകോടി രൂപ പ്രചാരണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ്. അങ്ങനെ നോക്കിയാൽ തൃശ്ശൂരിൽ സുനിൽ കുമാറും സുരേഷ് ഗോപിയും തമ്മിലുള്ള മത്സരമാണ്. മുരളീധരൻ്റെ കാര്യമായിട്ടുള്ള വിസിബിലിറ്റിയിൽ ഇന്ന് ഇവിടെ ഒരു പോസ്റ്റർ കണ്ടാൽ പിന്നെ നമുക്കൊരു 500 മീറ്റർ കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റർ കാണാൻ പറ്റും. കാരണം അത്രയും പൈസയുടെ ഞെരുക്കം അവർ അനുഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പൈസയുടെ അല്ല, കൊല്ലത്ത് പോയാലും തിരുവനന്തപുരത്ത് പോയാലൊക്കെ ഇതിനേക്കാൾ കൂടുതൽ ദൃശ്യത അവിടുത്തെ സ്ഥാനാർത്ഥികൾക്കുണ്ട്. പക്ഷേ തൃശ്ശൂരിൽ നമ്മൾ ഒറ്റ നോട്ടം നോക്കിയാൽ ഈ കാണുന്നത് ഇവരെ രണ്ടുപേരെയുമാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യം തിരുവനന്തപുരത്ത് പോയിട്ട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് വെച്ചാൽ രാജീവ് ജയിക്കുമെന്ന് പറയുന്ന കുറേ ആളുകളെ നഗരത്തിൽ കാണാൻ കഴിയും. നഗരത്തിലെ കാര്യം പറഞ്ഞത്, പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല. അതേസമയം സുരേഷ് ഗോപി ജയിക്കുമെന്ന് നേരത്തെ അഭിപ്രായം പറഞ്ഞ അത്രയും ആളുകളെ നിങ്ങൾക്ക് തൃശ്ശൂർ നഗരത്തിൽ പോലെ ഇപ്പോൾ കിട്ടില്ല. സുരേഷ് ഗോപി ജയിക്കുമെന്ന് സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞ ആളുകളുടെ എണ്ണം കുറയുന്നു. കൂടുതൽ ആളുകൾ ഇപ്പം സുനിൽ കുമാറിൻ്റെ പേരോ അല്ലെങ്കിൽ മുരളീധരൻ്റെ പേരോ പറയുന്നതാണ് നമ്മളവിടെ പോയി കാണുക. സത്യസന്ധമായി നമ്മൾ വിലയിരുത്തിയാൽ പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന പോലെ ക്രിസ്ത്യൻ സമുദായത്തെ കൂടെ നിർത്തിക്കൊണ്ട് നേരത്തെ BJPക്ക് എവിടെ ജയിക്കണമെങ്കിലും ഈ കേരളത്തിൽ അങ്ങനെ ഒരു ബ്ലെൻഡ് ഉണ്ടാക്കണം. അതിൻ്റെ സാധ്യത ഏതാണ്ട് അവസാനിച്ച മട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ കത്തോലിക്ക സഭയുടെ നേതാക്കൾ നേരിട്ട് പറയുന്നു, പത്രങ്ങളിൽ ലേഖനം എഴുതുന്നു, മുഖപ്രസംഗങ്ങൾ വരുന്നു. അപ്പോൾ കത്തോലിക്ക സഭയെ ഒപ്പം നിർത്തിക്കൊണ്ട് വിജയിക്കാമെന്ന സാധ്യത, ആ സമവാക്യത്തിൻ്റെ സാധ്യത അവസാനിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നെ ഉള്ളത് എന്താണ്? ഈ BJPയുടെ നേതൃത്വം, പ്രത്യേകിച്ച് മോദിയൊക്കെ പരിധി കവിഞ്ഞ വർഗീയത പറയുന്നത് കേരളത്തിന് ആ നിലയ്ക്ക് ഡൈജസ്റ്റ് ആവുന്ന സംഗതിയല്ല എന്ന് നമുക്കറിയാം. അത് ദീപികയുടെ തന്നെ മുഖപ്രസംഗം നമ്മൾ കണ്ടു. ഇത് ഒരിക്കലും രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത വെറുപ്പാണെന്ന് പറ്റില്ല. അപ്പോൾ ഇത് വികസനത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ രൂപമായ സുരേഷ് ഗോപി എന്നൊക്കെയുള്ള സംഗതി പറഞ്ഞിങ്ങനെ വരുമ്പോഴാണ് മോദി കൊടിയ വർഗീയത പറയുന്നത്. അപ്പം ആ മോദിയുടെ ആ വർഗീയതയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം എന്നത് അദ്ദേഹത്തിനൊരു വിപ്രതിപത്തി ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ അദ്ദേഹം എടുക്കുന്ന ഈ എൻ്റെ പ്രജകൾ പോലെയുള്ള എപ്പോഴും ഒരു അകലം കീപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഭാഷ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് മടുത്തിട്ടുണ്ട്. അപ്പോൾ സമവാക്യത്തിൻ്റെ കാര്യത്തിലായാലും പ്രചരണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴായാലും ഒക്കെ BJPയെ സംബന്ധിച്ച് തിരുവനന്തപുരത്തിന് അത്രയും ഹോപ്പ്ഫുള്ളാണ് തൃശ്ശൂർ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, സുനിൽ കുമാർ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് LDFനെ സംബന്ധിച്ച് ഭയങ്കരമായ ആളുകൾക്കിടയിൽ അക്സെപ്റ്റൻസ് ഉള്ള, സ്വീകാര്യതയുള്ള കാൻഡിഡേറ്റാണ്. ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ പോലെ അല്ല, CPMൻ്റെയും CPIയുടെയും എൻറ്റയർ മെക്കാനിസം മിഷനറി അവിടെ വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുകയും BJP അവർ എന്താ പറയുന്നത് പ്രചരണ രംഗത്തടക്കം അവരോട് കോമ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. UDF ക്യാമ്പിനും മുരളീധരൻ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ തട്ടകമായിട്ടുള്ള ആളാണ്. ഈ കേരളത്തിലെ UDF കോൺഗ്രസിനകത്ത് ഇപ്പോൾ നമുക്ക് എണ്ണിയെടുക്കാൻ കഴിയുന്ന ക്രൗഡ് പുള്ളേഴ്സ് ആയിട്ടുള്ള ലീഡർമാരിൽ ഒന്നാമത്തെ ആളെന്ന് വിളിക്കാൻ കഴിയുന്ന ആളാണ്. സ്വന്തമായി ആളെ കൂട്ടാൻ ശേഷിയുള്ള ആളാണ്. അങ്ങനെ പല ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മുന്നണികളും അവരുടെ വോട്ടുകൾ പരമാവധി സമാഹരിക്കും. അങ്ങനെ സമാഹരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ BJPയെ സംബന്ധിച്ച് പഴയ സാധ്യതകളില്ല. നേരത്തെ അവിടെ എന്താ പറയുക, ശബരിമല അയ്യപ്പൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ലോക്കറ്റൊക്കെ പുറത്തിട്ട് നടത്തിയ പ്രചരണത്തിനൊടുവിലാണ് അദ്ദേഹത്തിന് കുറച്ച് വോട്ട് സമാഹരിക്കുന്നത്. അങ്ങനത്തെ അനുകൂല ഘടകങ്ങളില്ല എന്ന് മാത്രമല്ല, നെഗറ്റീവ് ഫാക്ടേഴ്സ് കൂടുതലായതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് അത്രയും അനുകൂല ഘടകമല്ല. ഇവർ രണ്ടുപേരും തമ്മിലുള്ള മത്സരമാണ് അവിടെ നടക്കുന്നതാണ് നമുക്ക് ഫൈനലി അവിടെ നിന്ന് എടുക്കാൻ കഴിയുന്ന കാര്യം. മധ്യ കേരളത്തിൻ്റെ ടോട്ടൽ സ്വഭാവം എടുത്താൽ ഇവിടെയാണ് ഇങ്ങനൊരു ഫൈറ്റ് നടക്കുന്നത്. മറ്റേ ഒരു കാര്യമുണ്ടല്ലോ, അതായത് കേരളത്തിൽ ആകമാനം ഒറ്റ വിഷയത്തെ മുൻനിർത്തി ഒരു അജണ്ട ഫിക്സ് ചെയ്യാനാണ്, സെറ്റ് ചെയ്യാനാണ് ലെഫ്റ്റ് ശ്രമിച്ചതെങ്കിൽ അതിന് എതിരായിട്ടാണല്ലോ UDF ഭരണവിരുദ്ധ വികാരം എന്ന സാധനം എടുത്തു വെച്ചത്. അത് ഏറ്റവും വിജയിച്ചത് മധ്യ കേരളത്തിലാണെന്ന് കാണാം. തൃശ്ശൂരിന് പുറത്തേക്ക് പോയാൽ ഏതാണ്ട് എല്ലായിടത്തും ആ അജണ്ട വിജയിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് പറയാൻ കഴിയും. ശരി, ഇനി മധ്യ കേരളത്തിലെ മറ്റു മണ്ഡലങ്ങൾ എറണാകുളം, കോട്ടയം ജില്ലകളിലേക്ക് നമുക്ക് പോകേണ്ടതാണ്. അതിന് മുമ്പ് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള മാർക്ക് ഈ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ എറണാകുളം, ഇടുക്കി, കോട്ടയം ഈ 3 ലോക്സഭാ മണ്ഡലങ്ങൾക്ക് സമാനമായ ചില സ്വഭാവങ്ങളുണ്ട്. ഒന്ന്, സഭകൾക്കുള്ള സ്വാധീനം. സഭകളുടെ സ്വാധീനം പറയുമ്പോൾ സിറോ മലബാർ സഭ ഇക്കുറി പരസ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്താവന തന്നെ നടത്തിയിട്ടുണ്ട്. എന്താണ് തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട രീതി അല്ലെങ്കിൽ എന്ത് സമീപനമാണ് എന്നതിനെക്കുറിച്ച്.
ഈ വ്യത്യസ്ത സഭകളുടെ സമീപനം, അതുപോലെ നിലനിൽക്കുന്ന ഈ ആന്റി ഇൻകംബൻസി, അത് കേന്ദ്രത്തോടാണെങ്കിലും സംസ്ഥാനത്തോടാണെങ്കിലും ഈ 3 മണ്ഡലങ്ങളിൽ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? താങ്കൾ സൂചിപ്പിച്ച പോലെ സഭകൾ നിർണായക സ്വാധീനം ചെലുത്തുന്ന മണ്ഡലങ്ങൾ തന്നെയാണ്. പക്ഷേ അതോടൊപ്പം രാഷ്ട്രീയമായ അടിയൊഴുക്കുകളും നമ്മൾ കാണാതിരുന്നുകൂടാ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കുറേയൊക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഈ വോട്ടുകളിൽ നല്ല ഗണ്യമായ ഭാഗം വീണിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരം പൊതുവെ കാണപ്പെടുന്ന ഒരവസ്ഥയാണിത്. ഒന്ന്. രണ്ടാമത്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന പരാതി ന്യായമായോ അത്ര ന്യായമല്ലാതെയോ അവർക്കുണ്ട്. 3. നേരത്തെ ഇവരെ സ്വാധീനിക്കാൻ വേണ്ടി BJPയും അവരുടെ ആളുകളും വേണ്ട വിധം ശ്രമം നടത്തിയിരുന്നു, ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ അതിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. മണിപ്പൂർ സംഭവം ഒരു ഉദാഹരണമാണ്. മറ്റ് പലയിടങ്ങളിലും നടക്കുന്ന കടുത്ത ക്രിസ്തീയ വിരുദ്ധമായ ആക്രമണ പ്രവർത്തനങ്ങളും മറ്റ് ധാരകളും അവരെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആണ് സൂചിപ്പിക്കപ്പെട്ട പോലെ പല സഭകളും വ്യക്തമായി തന്നെ ഇതിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു, പത്രങ്ങളിലൂടെ അവർ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ആ നിലയ്ക്ക് പറഞ്ഞാൽ ദേശീയ അടിസ്ഥാനത്തിൽ ഒരിക്കലും NDAക്ക് ഈ വോട്ടിൽ ഗണ്യമായ ഭാഗവും കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ LDFും UDFുമാണല്ലോ ഉള്ളത്. ഇപ്രശ്നത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ക്രിസ്തീയ സഭകൾ പ്രകടിപ്പിച്ച അഭിപ്രായ പ്രകാരം അവർ വളരെയേറെ ഊന്നുന്നത് ദേശീയ കാര്യങ്ങളിൽ തന്നെയാണ്. നേരത്തെ പറഞ്ഞ മണിപ്പൂരൊക്കെ അതിൻ്റെ ഉദാഹരണമാണ്. അല്ലാത്ത പ്രശ്നങ്ങളുമുണ്ട്. വന്യമൃഗങ്ങളുമായിട്ടുള്ള മനുഷ്യരുടെ ഈ ബന്ധങ്ങൾ വളരെ മോശമായ സ്ഥിതിയിലേക്ക് വന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലോ ഇത്. അതുപോലെ റബ്ബറിൻ്റെ വില പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ദേശീയാടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വീക്ഷിച്ചുകൊണ്ട് സഭാപിതാക്കൾ പുറപ്പെടുവിക്കുന്ന പ്രസ്താവനകളും മറ്റുമൊക്കെ നമ്മൾ വീക്ഷിക്കുമ്പോൾ പൊതുവെ തന്നെ UDFന് അനുകൂലമായി നീങ്ങാനുള്ളൊരു പ്രവണത കാണുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഫ്രാൻസിസ് ജോർജ് വളരെ മുതിർന്ന ഒരു കേരള കോൺഗ്രസ് നേതാവാണ്. ഇപ്പോൾ തൽക്കാലം അദ്ദേഹം ജോസഫ് ഗ്രൂപ്പിലാണ് ഉള്ളതെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു സ്വീകാര്യതയുണ്ട്. അത് തോൽപ്പിക്കാൻ മാത്രം ചായക്കാരന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും എറണാകുളം പോലെയുള്ള മണ്ഡലങ്ങളിലും തന്നെ അവരുടെ വോട്ട് മിക്കവാറും UDFന് ലഭിക്കാവുന്ന സാധ്യതയാണ് കാണുന്നത്. ശരി, ദാവൂദ്, കഴിഞ്ഞ 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് ഒരു പുതിയ ഫിനോമിനാണ് കേരളത്തിൽ വരുന്നത്, കാസ. അത് വലിയ തോതിലുള്ള രാഷ്ട്രീയമായ ഷിഫ്റ്റ് ഉണ്ടാക്കും കേരളത്തിലെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ചും ജോസ് കെ മാണി LDFിലേക്ക് പോയതോടെ അതിനൊരു ആക്കം കൂട്ടുകയും ചെയ്തു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഭ സ്വീകരിച്ചിട്ടുള്ള, പൊതുവെ ക്രൈസ്തവ സഭകൾ സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനം ഈ കാസ ഫിനോമിനൻ്റെ അന്ത്യമാവും. നമുക്ക് ഒന്ന് രജനീഷ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് സഭാ നേതൃത്വം എടുക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനം അത് പൂർണ്ണാർത്ഥത്തിൽ പിൻപറ്റുന്നവരാണ് സഭാവിശ്വാസികൾ എന്നുള്ളത് നമ്മുടെ ഒരു തെറ്റായ ധാരണയാണ്. കേരളത്തിലെ ഏത് പൗരനെയും പോലെ രാഷ്ട്രീയ വിഷയത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി ചിന്തിച്ച് അവരുടെ അഭിപ്രായം വോട്ട് രേഖപ്പെടുത്തുന്ന പൊതുപ്രവണത തന്നെയാണ് ക്രിസ്ത്യാനികൾക്കിടയിൽ. അത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്, സഭാ നേതൃത്വം ഒരു നിലപാട് പറയുന്നു അല്ലെങ്കിൽ അവരേത് മുഖപത്രത്തിൽ ലേഖനം വരുന്നു, അതൊരു രാഷ്ട്രീയ ചർച്ചയെ ട്രിഗർ ചെയ്യാൻ അത് സഹായിക്കും, അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും നെറേറ്റീവ് ബിൽഡ് ചെയ്യുന്നതിലൊക്കെ അത് സഹായിക്കും എന്നതല്ലാതെ ഒരു ക്രിസ്ത്യൻ വോട്ടർ, ഓരോ പോളിംഗ് ബൂത്തിലും ഒരു ക്രിസ്ത്യൻ വോട്ടർ അയാൾ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് സഭാ നേതൃത്വം എടുക്കുന്ന നിലപാടുകൾക്കനുസരിച്ചാണ്, അല്ല അവരുടെ പ്രസ്താവനകൾക്കനുസരിച്ചാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഒന്നാമതായിട്ട് അപ്പോൾ പൊതുവായ പ്രശ്നങ്ങൾ മുൻനിർത്തി തന്നെയാണ് അവർ വോട്ട് ചെയ്തത്. ഇപ്പോൾ ഇവിടെയുള്ള നോക്കൂ, നമ്മൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നേരത്തെ നിഷാദ് അവിടെ സൂചിപ്പിച്ചു. ക്രിസ്ത്യൻ ന്യൂനപക്ഷം ഇന്ത്യയിൽ വേട്ടയാടപ്പെടുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് ആരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്? നരേന്ദ്രമോദി സർക്കാരാണ്. അപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള പൊതുവായ വികാരം അവിടെയുണ്ട്, എല്ലായിടത്തും ഉള്ളതുപോലെ അവിടെയുണ്ട്, ഒരു ന്യൂനപക്ഷ സമൂഹം എന്നുള്ള നിലക്ക്. പക്ഷേ അതേസമയം സഭാ നേതൃത്വം പലപ്പോഴും അവരുടെ ഒരു തിങ്കിങ് പാറ്റേൺ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചരിത്രപരമായി തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പ്രോ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഭരണകൂടവുമായിട്ട് കോൺഫ്രണ്ടേഷന് പോകാതെ ഭരണകൂടവുമായി ചേർന്ന് നിന്നുകൊണ്ട് കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു പാസിഫിസ്റ്റ് ലൈനാണ് അവർ സ്വീകരിച്ചത്. കോൺഗ്രസ് ആയിരുന്നു ദീർഘകാലം അധികാരത്തിൽ, കോൺഗ്രസുമായിട്ട് ചേർന്നതാണ്. ഇപ്പോൾ നരേന്ദ്രമോദി യുഗമാണ്, നരേന്ദ്രമോദി യുഗം തുടരുകയാണ്. അപ്പോൾ ആ നിലക്കുള്ള അവരുമായിട്ട് തന്നെ ചേർന്ന് നിൽക്കാം എന്ന് ആലോചിക്കുന്ന സഭാപിതാക്കന്മാരും നേതാക്കന്മാരും ഉണ്ടായിരുന്നു. മറുവശത്ത് ഇവരോടൊപ്പം ചേർന്ന് നിന്നില്ല എങ്കിൽ ED, ഇൻകം ടാക്സ്, ഗവർണർ വരെ, അതെ, ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കും എന്നൊരു ഭയം അവർക്കുണ്ടായിരുന്നു. നിരവധിയായ FCRA കട്ട് ചെയ്തു പോയ സംഭവങ്ങളുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഇവരോടൊപ്പം അങ്ങ് ചേർന്ന് നിന്നേക്കാം എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കൂ, ദേശീയ തലത്തിൽ ഇലക്ഷൻ പ്രോസസ്സ് തുടങ്ങിയ സമയത്തുള്ള അവസ്ഥയല്ല. ഇന്ത്യ മുന്നണിക്കൊരു സാധ്യതയുണ്ട്, ഇന്ത്യ മുന്നണിക്ക് എന്തോ ഒരു സാധ്യതയുണ്ട് എന്നൊരു വിചാരം, ഒരു വിദൂര വിചാരമെങ്കിലും അന്തരീക്ഷത്തിലുണ്ട്. അങ്ങനെ നോക്കുമ്പം ഒരു ന്യൂനപക്ഷ സമൂഹം എന്നുള്ള നിലയ്ക്ക് ക്രിസ്ത്യൻ സമൂഹം ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന ഒരു ജനറൽ പൊസിഷനിലേക്കാണ് പോവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനോടൊപ്പം മനസ്സിലാക്കേണ്ടത് ഇവിടെയുള്ള ഇപ്പോൾ ലോക്കൽ ഗവൺമെൻറ് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിനോടുള്ള അവരുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാർഷിക പ്രതിസന്ധി എന്ന് പറയുന്ന വിഷയം, അല്ലെങ്കിൽ ഈ ആനിമൽ മാൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന വിഷയം, അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയ്ക്ക് അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ആരെയാണ്? മലയോര കർഷകരെയാണ്. അവർ എന്താണ് റിലീജിയസ് ഡെമോഗ്രഫി എന്താണ്? ക്രിസ്ത്യൻസാണ് കൂടുതൽ. അതും ഭരണകൂടത്തിനെതിരായ ഒരു വികാരമായിട്ട് വരും. ശരി നാസർ, അപ്പോൾ കുറച്ചുകൂടി വേഗത്തിലേക്ക് പോകേണ്ടതുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, മാവേലിക്കര, ഇവയുടെ ഒരു പൊതു സ്വഭാവമൊന്നുമില്ല. പക്ഷേ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മണ്ഡലം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് എന്തായിരിക്കും സംഭവിക്കുക? തിരുവനന്തപുരത്ത് സംഭവിക്കുക കഴിഞ്ഞ തവണയുണ്ടായ അതേ റിസൾട്ട് ആവർത്തിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശശി തരൂർ വിജയിച്ചു വരാനുള്ള സാധ്യതയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. കാരണം അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിന് അവിടെ സംശയം വരാനുള്ളൊരു കാരണം, പിന്നെ ബാംഗ്ലൂരിൽ നിന്നൊരു വലിയ മുതലാളി വന്നു, ജയിച്ചു, പിന്നെ മത്സരിക്കുന്നു. നേരത്തെ പിന്നെ നിഷാദ് പറഞ്ഞ പോലെ കോടിക്കണക്കിന് ഉറുപ്പിക എറിയുന്നു എന്നുള്ളത് സംഗതി ശരിയാണ്. കോടിക്കണക്കിന് ഉറുപ്പിക എറിഞ്ഞിട്ട് അദ്ദേഹം ഒരിക്കൽ ജയിച്ചിട്ടുണ്ട്. അത് പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് അല്ലെങ്കിൽ കർണാടകയിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിച്ചപ്പോൾ വോട്ട് വാങ്ങാൻ MLA മാർക്ക് കാശ് കൊടുത്താൽ മതിയായിരുന്നു. ഇത് എത്ര ആൾക്ക് കാശ് കൊടുത്തിട്ട് ജയിക്കണം? അതൊരു പ്രശ്നമുണ്ട്. അങ്ങനെ അതിഭയങ്കരമായിട്ട് മുഴുവനൊക്കെ ഇപ്പം ഒരു നിയോജക മണ്ഡലത്തിൽ ഉള്ളതിൽ ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾക്ക് കാശ് കൊടുത്ത് വോട്ടർപ്പിച്ചിട്ട് ജയിക്കാനും ഒക്കെ കഴിയുമോ എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ട്. 2, പിന്നെ ഇദ്ദേഹം ജയിച്ചു വന്നാൽ ഉണ്ടാകാവുന്ന ഒരു സാഹചര്യം, അദ്ദേഹം ജയിച്ചു വന്നാൽ അദ്ദേഹമല്ല ജയിക്കുന്നത്, BJP ആണ് ജയിക്കുന്നത്. അയാളുടെ കാശ് വാങ്ങി ജയിച്ചു എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹമല്ല ജയിക്കുന്നത്, BJP ആണ് ജയിക്കുന്നത്. ആത്യന്തികമായിട്ട് നരേന്ദ്രമോദിയാണ് ജയിക്കുന്നത്. അങ്ങനത്തെ ഒരു വിധിയെഴുത്തിന് ഈ പൊതുവെ തിരുവനന്തപുരത്ത് ജനങ്ങൾ തയ്യാറാകുമോ എന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് എന്ത് സംഭവിക്കുന്നതെന്ന് നമുക്ക് ആദ്യം ആവാനുള്ള കാരണം ഈ പറഞ്ഞത് തന്നെ, രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചു വരുമോ എന്നുള്ളൊരു പേടിയാണല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നത് അവിടെ ഇതിന് മുമ്പ് BJP നിർത്തി ഏതാണ്ട് വിജയത്തിനോട് അടുത്തെത്തിയ 2 സ്ഥാനാർത്ഥികൾ, ഇപ്പം രാജേട്ടൻ എന്ന് എല്ലാവരും വിളിച്ചിരുന്ന രാജഗോപാലിനും കുമ്മനം രാജശേഖരനും ഇല്ലാത്ത ഒരു മാനസികമായ അടുപ്പം BJPക്കാർക്ക് പോലും ഇദ്ദേഹത്തോട് ഉണ്ടാവേണ്ടതില്ല, വോട്ടർമാർക്കുമില്ല. 2, ഇയാൾ വെച്ചാൽ പണ്ട് കാലത്ത് നമ്മൾ കോൺഗ്രസിനെ പറ്റി പറഞ്ഞിരുന്ന പോലെ ഹൈക്കമാൻഡിൽ നിന്ന് അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിൽ നിന്ന് കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥി, ഇയാൾ തോൽക്കേണ്ടത് എല്ലാവരെക്കാട്ടും കൂടുതൽ ആവശ്യം കേരളത്തിലെ BJPക്കാരുടെ ആവശ്യമാണ്. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് ആലപ്പുഴ കൂടി പരിശോധിക്കണം. പ്രമോദരാമൻ, ഈ ആലപ്പുഴയിൽ KC വേണുഗോപാൽ വന്നതോടുകൂടി ഈ AM ആരിഫിന്റെ സാധ്യത അടഞ്ഞോ? അവിടെ ഒരു മത്സരം ബാക്കിയില്ലേ? എന്താണ് അവസ്ഥ? നോക്കൂ, ആലപ്പുഴയും ഈ പറഞ്ഞ തിരുവനന്തപുരം കൂടി ഒന്ന് പരാമർശിക്കാമെന്ന് തോന്നുന്നു. ആലപ്പുഴയിൽ നമുക്ക് അറിയാം, കേരളത്തിൽ UDFന് നല്ല മുൻതൂക്കമുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഷാഫിയെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ KC വേണുഗോപാലിനെ വിജയിപ്പിക്കുക എന്നത് ഒരു സ്വാഭാവികമായൊരു പ്രക്രിയയായിട്ട് ഒരുപക്ഷെ വോട്ടർമാർ കാണും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല മണ്ഡലത്തിൽ വളരെ സ്വീകാര്യനാണ് KC വേണുഗോപാൽ. കാരണം ഒരു ടേം കഴിയാത്തത് കൊണ്ട് ഒരു ആന്റി ഇൻകുംബൻസി അദ്ദേഹത്തിന് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുണ്ടെങ്കിൽ തന്നെ അത് ആരിഫിനാണ് വേണ്ടത്. പക്ഷേ ആ നിലയ്ക്ക് ആരിഫിന് ആന്റി ഇൻകുംബൻസി ഉണ്ടെന്നല്ല, പക്ഷേ അതിനേക്കാൾ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് പിന്നെ ആലപ്പുഴയിൽ KC വേണുഗോപാൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം നോക്കൂ, തെക്കൻ കേരളത്തിൽ ഉറപ്പായിട്ടും കാര്യമായ മത്സരം നടക്കുന്നത് തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലുമാണ് എന്നാണ് ഞാൻ പറയുക. അജിംസ്, തിരുവനന്തപുരത്തെ കാര്യം യഥാർത്ഥത്തിൽ സംശയമുണ്ടായിരുന്നത്, ശശി തരൂരിനെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്ന ഏക പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ തീരദേശ വോട്ടുകൾ എങ്ങനെ പോകും എന്നുള്ളതിനായിരുന്നു. ലത്തീൻ സഭയുടെയും അതുപോലെ തന്നെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെയൊക്കെ ഏതാണ്ട് നിലപാടുകൾ വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് ശശി തരൂരിന് അക്കാര്യത്തിൽ ആശങ്ക വേണ്ടതില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ നഗരകേന്ദ്രീകൃത വോട്ടുകളിലാണ് ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരനും ശശി തരൂരും തമ്മിൽ ഭിന്നിച്ചു പോകാൻ, അല്ലെങ്കിൽ ആ വോട്ടുകൾ ഡിവൈഡ് ചെയ്തു പോകാനുള്ള സാധ്യത നഗരകേന്ദ്രീകൃതമായ വോട്ടുകളിൽ മാത്രമാണ് ഇന്ന് കാണുന്നത്. പിന്നെ നായർ സമുദായത്തിന് നല്ല കാര്യമായ മുൻതൂക്കമുള്ള പിന്നെ ഒരുപക്ഷെ മറ്റു മണ്ഡലങ്ങളിൽ അത് അനുകൂലമായി വരാൻ സാധ്യതയുള്ളത് ശശി തരൂരിന് തന്നെയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ എന്നുള്ളതാണ്. വലിയ തരംഗങ്ങളോ വലിയ അടിയൊഴുക്കുകളോ ഉണ്ടായാൽ മാത്രം
കടപുഴകയാക്കാവുന്ന കൊല്ലം, മാവേലിക്കര തുടങ്ങിയ മണ്ഡലങ്ങൾ കൂടി തെക്കൻ കേരളത്തിലുണ്ട്. പത്തനംതിട്ടയും ഏതാണ്ട് സമാനമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഞാൻ മടങ്ങി. എന്തായാലും ഈ വിലയിരുത്തലുകൾക്കെല്ലാം അപ്പുറം മണിക്കൂറുകൾക്ക് ശേഷം പോളിംഗ് ബൂത്തിലേക്ക് കേരളം പോകുമ്പോൾ ജനം എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നിർണായകമാവുക. എല്ലാ വിലയിരുത്തലുകളെയും ചിലപ്പോൾ ഞെട്ടിക്കുന്ന ഒരു ഫലമാകും വരാൻ പോവുക. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. കേരള മാർക്ക് ഇവിടെ സമാപിക്കുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം സ്പെഷ്യലിസ്റ്റുമായി നിഷാദ് റാവുത്തർ.